മക്കളെ, നമ്മളിപ്പോൾ ട്രിഗണോമെട്രിയുടെ കുറേ ബേസിക് ആയിട്ടുള്ള എല്ലാ പ്രോബ്ലംസും തന്നെ ചെയ്തു കഴിഞ്ഞു. എല്ലാ ടോപ്പിക്കുകളും അല്ലെങ്കിൽ എല്ലാ കോൺസെപ്റ്റുകളും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇക്വേഷൻസ് ഒക്കെ നമ്മൾ ഫ്ലുവൻ്റ് ആയി. അപ്പോൾ നമുക്ക് കുറച്ച് പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് നമുക്ക് തനിച്ച് ചെയ്യാവുന്നത് മാത്രമേ ഉള്ളൂ. സാർ ജസ്റ്റ് പറഞ്ഞു തരുമ്പം ഏറ്റവും എളുപ്പ വഴികളാണ് പറഞ്ഞു തരുന്നത്. അപ്പം മക്കളെല്ലാവരും സാറിനെ ശ്രദ്ധിക്കുക. ഇവിടെ നമുക്ക് 4 tan theta is equal to 3. Then find the value of 4 sin theta minus cos theta plus 1 by 4 sin theta plus cos theta minus 1. നമുക്ക് 4 tan theta is equal to 3. അപ്പോൾ അതിൽ നിന്ന് ഒരു ഇക്വേഷൻ ഉണ്ടാക്കിയെടുക്കാം. tan theta 3/4 ആണ്. നമുക്ക് tan theta എന്ന് പറഞ്ഞാൽ പെർപെൻഡിക്കുലർ ബൈ ബേസ് ആണെന്ന് നമുക്കറിയാം. അപ്പം നമുക്ക് tan theta 3/4 എന്ന് കിട്ടിയാൽ പിന്നെ നമുക്ക് ഒന്നും ആലോചിക്കേണ്ട, നമ്മളൊരു പിക്ചർ വരയ്ക്കുക. അതിന് പെർപെൻഡിക്കുലർ 3യും ബേസ് 4ഉം ആണ്. നമ്മൾ ഓൾറെഡി സാറ് പറഞ്ഞു തന്നിട്ടുണ്ട് 3, 4, 5 ഒരു പൈതഗോറിയൻ ട്രിപ്ലറ്റ് ആണ്. അത് നമ്മൾ ഓർത്തിരിക്കണമെന്ന് സാർ പറഞ്ഞിട്ടുണ്ട്. 3, 4, 5 അതുപോലെ 1√3, 2 അതുപോലെ 5, 12, 13 ഇതൊക്കെ പൈതഗോറിയൻ ട്രിപ്ലറ്റ് ആണ്. അപ്പോൾ 3, 4 അതുകൊണ്ട് ഇവിടെ 5 വന്നു. നമുക്ക് പറയാം ഇവിടെ സൈൻ തീറ്റയും കോസ് തീറ്റയും മാത്രമേ ഉള്ളൂ. അപ്പോൾ സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു പെർപെൻഡിക്കുലർ ബൈ ഹൈപ്പോട്ടന്യൂസ് 3/5. കോസ് തീറ്റ ഈസ് ഈക്വൽ ടു ബേസ് ബൈ ഹൈപ്പോട്ടന്യൂസ്. അപ്പോൾ കോസ് തീറ്റയും കിട്ടി. ഇനി നമുക്ക് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും നമുക്ക് ഇങ്ങനെ തരുന്ന കേസിൽ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് ചെയ്യണം. അത് നമ്മൾ എപ്പോഴും ഓർത്തിരുന്നോണം. ഇത് ഒന്നിച്ച് നമ്മൾ ഈ വാല്യൂസ് കൊടുക്കാൻ പോയാൽ കൺഫ്യൂഷൻ വരും, ചിലപ്പോൾ തെറ്റുണ്ടാവും. അപ്പോൾ ഈ ന്യൂമറേറ്റർ എടുക്കുമ്പം 4 sin theta മൈനസ് കോസ് തീറ്റ പ്ലസ് 1 നമുക്ക് അതിൻ്റെ വാല്യൂ കൊടുക്കാം 4 ഇൻറ്റു സൈൻ തീറ്റയുടെ വാല്യൂ മൈനസ് കോസ് തീറ്റ 4/5 ആണ് പ്ലസ് 1. ഇത് എളുപ്പത്തിന് നമുക്കിത് 4 ഇൻറ്റു 3 12 എന്ന് കിട്ടും. അപ്പം 12/5 മൈനസ് 4/5 എന്ന് പറയുമ്പം 12 മൈനസ് 4/5 8/5. അപ്പം ഇത്രയും പോർഷൻ നമുക്ക് ഇങ്ങോട്ട് മാറ്റി ചെയ്യാം. എന്നിട്ട് 1 ആഡ് ചെയ്യും. ഈ 1 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 8+5/5. അപ്പം ന്യൂമറേറ്റർ നമുക്ക് 13/5 എന്ന് കിട്ടി. ഇനി ഡിനോമിനേറ്റർ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് ചെയ്യുക. ഡിനോമിനേറ്റർ എന്താണ്? 4 sin theta പ്ലസ് കോസ് തീറ്റ മൈനസ് 1. അപ്പം ഡിനോമിനേറ്റർ 4 ഇൻറ്റു സൈൻ തീറ്റ പ്ലസ് കോസ് തീറ്റ മൈനസ് 1. ആദ്യം നമ്മൾ ഇത്രയും പോർഷൻ ഒന്നിച്ചെടുത്തങ്ങ് ചെയ്യുക. അതായത് 12/5 പ്ലസ് 4/5 ഇത് ഒന്നിച്ച് ചെയ്യുമ്പോൾ നമുക്ക് 16/5 മൈനസ് 1 ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 16 മൈനസ് 5/5 11/5. അപ്പം ന്യൂമറേറ്റർ 13/5, ഡിനോമിനേറ്റർ 11/5. ഇനി നമ്മൾ ന്യൂമറേറ്റർ ബൈ ഡിനോമിനേറ്റർ എടുക്കുക. അന്നേരം നമുക്ക് 13/5 ഡിവൈഡഡ് ബൈ 11/5 ഇത് ക്രോസ് ആയി പോവും. ഓൾട്ടർനേറ്റ് വരുമ്പോൾ ക്രോസ് ആയി പോവും. അപ്പം നമുക്ക് 13/11 എന്ന് ആൻസർ കിട്ടും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. CK ഇൻറ്റു സൈൻ 1 മൈനസ് സൈൻ എ ഇൻറ്റു CK പ്ലസ് ടാൻ എ ഈസ് ഈക്വൽ ടു 1 എന്ന് പ്രൂവ് ചെയ്യണം. അപ്പം നമുക്ക് ഓരോന്നിൻ്റെ വാല്യൂ നമുക്ക് സൈനിലേക്കും കോസിലേക്കും കൺവേർട്ട് ചെയ്യാം. ആദ്യം CK എന്ന് പറയുമ്പം 1/cos വന്നു. പിന്നെ 1 മൈനസ് സൈൻ നമ്മളിവിടെ എഴുതി. ഇനി സീക്ക് 1/cos ആണ്, ടാന് sin/cos ആണ്. അപ്പം ഇത് 1/cos ഇൻറ്റു 1 മൈനസ് സൈൻ ഇൻറ്റു ഇവിടെ LCM കോസ് തീറ്റ എന്ന് കിട്ടി, കോസെ കിട്ടി. അപ്പം 1 + sin/cos എന്ന് വന്നു. നമ്മൾ ന്യൂമറേറ്ററിലേക്ക് നോക്കുമ്പം 1 മൈനസ് സൈൻ ഇൻറ്റു 1 + sin A മൈനസ് ബി ഇൻറ്റു A+b ഫോമിലേക്ക് വന്നു. അപ്പം നമുക്കത് A² മൈനസ് B², അതായത് 1 മൈനസ് സൈൻ സ്ക്വയർ ഡിവൈഡഡ് ബൈ
ഇവിടെ കോസ് ഇൻറ്റു കോസ് കോസ് സ്ക്വയർ വന്നു. നമുക്കറിയാം 1 മൈനസ് സൈൻ സ്ക്വയർ എന്ന് പറഞ്ഞാൽ കോസ് സ്ക്വയർ ആണ്. അപ്പോൾ കോസ് സ്ക്വയർ ബൈ കോസ് സ്ക്വയർ ഈസ് ഈക്വൽ ടു 1. വളരെ ഈസി ക്വസ്റ്റ്യൻ. ഇനി അടുത്തത് ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. സാറ് കഴിഞ്ഞ 10 വർഷത്തെ പ്രീവിയസ് ക്വസ്റ്റ്യനിൽ നിന്ന് സെലക്ട് ചെയ്തതാണ്. നമ്മൾ സെയിം ടൈപ്പ് കണക്ക് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇവിടെ പറഞ്ഞത് കോസ് എ പ്ലസ് ബി ഈക്വൽ ടു 0, സൈൻ എ മൈനസ് ബി ഈസ് ഈക്വൽ ടു 1/2. ദെൻ ഫൈൻഡ് ദ വാല്യൂ ഓഫ് എ ആൻഡ് ബി. അപ്പോൾ ആദ്യമേ നമ്മൾ ചെയ്യേണ്ടത് കോസ് എ പ്ലസ് ബി ഈസ് ഈക്വൽ ടു 0. നമുക്കറിയാം കോസ് 90 ആണ് 0 എന്ന് പറയുന്നത്. കോസ് 90 ആണ് 0. അപ്പോൾ എ പ്ലസ് ബി ഈസ് ഈക്വൽ ടു 90 വന്നു. ഇനി ഇവിടെ സൈൻ എ മൈനസ് ബി 1/2. നമുക്കറിയാം സൈൻ 30 ആണ് 1/2. അപ്പം എ മൈനസ് ബി ഈസ് ഈക്വൽ ടു 30 എന്ന് കിട്ടി. ദെയർഫോർ നമ്മുടെ 2 ഇക്വേഷനും കിട്ടി. ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ ബി ക്യാൻസൽ ആയി പോവും. അപ്പം 2a ഈസ് ഈക്വൽ ടു 90 പ്ലസ് 30 120 എന്ന് കിട്ടി. അല്ലെങ്കിൽ എ ഈസ് ഈക്വൽ ടു 120 ഡിവൈഡഡ് ബൈ 2 എ 60 എന്ന് കിട്ടി. ഇനി എയുടെ വാല്യൂ ഇവിടെ 60 കൊടുത്തു കഴിഞ്ഞാൽ 60 പ്ലസ് ബി 90 വരും. അല്ലെങ്കിൽ ബി ഈസ് ഈക്വൽ ടു 90 മൈനസ് 60 ഈസ് ഈക്വൽ ടു 30 ഡിഗ്രി. ദെയർഫോർ എ ഈസ് ഈക്വൽ ടു 60 ആൻഡ് ബി ഈസ് ഈക്വൽ ടു 30. അടുത്തത് നമ്മൾ കുറച്ച് സിമ്പിൾ ക്വസ്റ്റ്യൻസ്, ഒരു 2-3 സിമ്പിൾ ക്വസ്റ്റ്യൻസ് കൂടി ചെയ്തിട്ട് നമ്മൾ പ്രാക്ടിക്കലി പ്രീവിയസ് ആയിട്ടുള്ള മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസ് സെലക്ട് ചെയ്ത് ചെയ്യാൻ പോവാണ്. നമുക്ക് ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ, പ്രൂവ് ദാറ്റ് 1 മൈനസ് സൈൻ സ്ക്വയർ ഇൻറ്റു 1 പ്ലസ് ടാൻ സ്ക്വയർ ഈസ് ഈക്വൽ ടു 1. ഇത് നമുക്ക് കാണുമ്പോൾ തന്നെ 1 എന്ന് നമുക്ക് പറയാൻ സാധിക്കും. എന്തുകൊണ്ടാണ്? നമുക്കത് സിമ്പിളായിട്ടിത് പറയാം. 1 മൈനസ് സൈൻ സ്ക്വയർ എന്ന് പറഞ്ഞാൽ അതിവിടെ കോസ് സ്ക്വയർ ആയിട്ട് മാറി. ഇത് 1 പ്ലസ് ടാൻ സ്ക്വയർ, അതായത് സൈൻ സ്ക്വയർ ബൈ കോസ് സ്ക്വയർ ആണ്. ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കോസ് സ്ക്വയർ പ്ലസ് സൈൻ സ്ക്വയർ ബൈ കോസ് സ്ക്വയർ. ഈ കോസ് സ്ക്വയർ പ്ലസ് സൈൻ സ്ക്വയർ 1 ആണ്. അപ്പം ഇവിടെ കോസ് സ്ക്വയർ ബൈ കോസ് സ്ക്വയർ, കോസ് സ്ക്വയർ ബൈ കോസ് സ്ക്വയർ ക്യാൻസൽ ചെയ്താൽ നമുക്ക് 1 എന്ന ആൻസർ കിട്ടും. അപ്പോൾ സിമ്പിൾ, ഒരു ജസ്റ്റ് ഒരു 10 സെക്കൻഡ് പോലും വേണ്ട. ഇനി ഈ ക്വസ്റ്റ്യൻ നോക്കിയേ, സൈൻ തീറ്റ പ്ലസ് കോസ് തീറ്റ ഹോൾ സ്ക്വയർ പ്ലസ് സൈൻ തീറ്റ മൈനസ് കോസ് തീറ്റ ഹോൾ സ്ക്വയർ. ഇത് ഏത് ഫോമിലാണ്? ഇത് ആൾജിബ്രയുടെ ഒരു ബേസിക് ഫണ്ടമെന്റൽ ഇക്വേഷൻ നമുക്ക് അപ്ലൈ ചെയ്യാം. നമ്മളെല്ലാവരും പഠിച്ചിട്ടുണ്ട് എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ പ്ലസ് എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. ഇത് നമ്മൾ ആൾജിബ്രയിൽ പഠിച്ചിട്ടുള്ളതാണ്. അപ്പം ഇവിടെ സൈൻ തീറ്റ പ്ലസ് കോസ് തീറ്റ ഹോൾ സ്ക്വയർ പ്ലസ് സൈൻ തീറ്റ മൈനസ് കോസ് തീറ്റ ഹോൾ സ്ക്വയർ. ഇത് എ പ്ലസ് ബി ഹോൾ സ്ക്വയർ പ്ലസ് എ മൈനസ് ബി ഹോൾ സ്ക്വയർ ഫോമിലാണ്. അതുകൊണ്ട് 2 ഇൻറ്റു സൈൻ സ്ക്വയർ പ്ലസ് കോസ് സ്ക്വയർ, ദാറ്റ് ഈസ് സൈൻ സ്ക്വയർ പ്ലസ് കോസ് സ്ക്വയർ 1 ആണ്. അപ്പം 2 ഇൻറ്റു 1 ഈസ് ഈക്വൽ ടു 2. ഇതാണ് സാർ പറഞ്ഞത്. 5-10 സെക്കൻഡ് കൊണ്ട് ആൻസർ ചെയ്യാം. ഇനി ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. ടാൻ എ സൈൻ എ പ്ലസ് കോസ് എ ഈക്വൽ ടു സി കെ. ഈ ടാൻ എ എന്ന് പറയുന്നത് സൈൻ ബൈ കോസ് ആണ്, ഇൻറ്റു സൈൻ എ പ്ലസ് കോസ് എ. അതായത് സൈൻ ഇൻറ്റു സൈൻ, സൈൻ സ്ക്വയർ വന്നു. ഈ കോസ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കോസ് സ്ക്വയർ ഡിവൈഡഡ് ബൈ കോസ് എന്ന് വന്നു. ഇവിടെ സൈൻ സ്ക്വയർ പ്ലസ് കോസ് സ്ക്വയർ 1 വന്നു. 1 ബൈ കോസ് സി കെ. നമുക്ക് ജസ്റ്റ് 5 സെക്കൻഡ് പോലും വേണ്ട, അത്രയും സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഇനി ഇതൊന്ന് നോക്കിയേ. ആംഗിൾ എ 60 ആണ്, ആംഗിൾ ബി 30 ആണ്. ദെൻ പ്രൂവ് ദാറ്റ് കോസ് എ പ്ലസ് ബി ഈക്വൽ ടു കോസ് എ കോസ് ബി മൈനസ് സൈൻ എ സൈൻ ബി. ഇവിടെ ആംഗിൾ എ 60 ആണ്, ആംഗിൾ ബി 30 ആണ്.
അപ്പോൾ കോസ് എ പ്ലസ് ബി എന്ന് പറഞ്ഞാൽ കോസ് 60 പ്ലസ് 30, കോസ് 90. നമുക്കറിയാം കോസ് 90 0. അപ്പോൾ LHS 0 ആയിട്ട് മാറി. ഇനി റൈറ്റ് സൈഡിൽ കോസ് എ കോസ് ബി പ്ലസ് മൈനസ് സൈൻ എ സൈൻ ബി. എയുടെ വാല്യൂ 60, ബിയുടെ വാല്യൂ 30. കോസ് 60 കോസ് 30 മൈനസ് സൈൻ 60 സൈൻ 30. അത് കാണുമ്പോഴേ 0 ആണെന്നറിയാം. എന്തുകൊണ്ടാ? നമ്മൾ പഠിച്ചിട്ടുണ്ട് കോസ് 60 എന്ന് പറയുന്നത് സൈൻ 30 ആണ്, കോസ് 30 എന്ന് പറഞ്ഞാൽ സൈൻ 60 ആണ്. നമ്മൾ ആ ഇക്വേഷൻസ് പഠിച്ചതാണ് കോസ് 30 സൈൻ 60 സൈൻ 30 കോസ് 60. അപ്പോൾ ഇത് സൈൻ 30 ഇൻറ്റു സൈൻ 60 എന്ന് തന്നെ വരും, മൈനസ് സൈൻ 30 ഇൻറ്റു സൈൻ 60. അപ്പോൾ ഇത് 0 ആയിട്ട് മാറും. Therefore, cos a plus b is equal to cos a cos b minus sin a sin b. വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ സാറിൻ്റെ വാട്സപ്പിൽ വിളിച്ചാൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് സാറിൻ്റെ ഓൺലൈൻ ലേഡി ടീച്ചേഴ്സ് ഉണ്ട്. അവർ കറക്റ്റായിട്ട് ഓരോ ചാപ്റ്ററും നിങ്ങൾക്ക് സാറിൻ്റെ വീഡിയോസ് ഓരോന്നും കാണിക്കുകയും കൂടുതൽ എക്സ്ട്രാ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് തന്ന് നിങ്ങളെ കൊണ്ട് ടെസ്റ്റ് പേപ്പറുകളും മോക്ക് ടെസ്റ്റുകളും എല്ലാം എഴുതിക്കും. അപ്പോൾ സാറിൻ്റെ വാട്സപ്പിൽ വിളിക്കണം. സാറിൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാ കൂട്ടുകാരിലേക്കും, ക്ലാസ്സിൽ പഠിക്കുന്ന എല്ലാ കൂട്ടുകാരിലേക്കും സാറിൻ്റെ വീഡിയോ ഷെയർ ചെയ്യണം. അതുപോലെ ലൈക്ക് ചെയ്യാനും കമൻസൊക്കെ മക്കൾ സാറിനെ എഴുതി അറിയിക്കുകയും ചെയ്യണം.